Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സമൂസ ഉണ്ടാക്കുമ്പോഴും സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ അതിലേക്കുള്ള ഷീറ്റ് ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. വെറും ഒരു ചേരുവ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നല്ല നൈസായിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് വൈകിട്ടൊക്കെ ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ ഒരു 14-15 എണ്ണ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് ഇതിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഈ 1 കപ്പ് മൈദയിലേക്ക് ഒരു 1.25 കപ്പോളം വെള്ളം വേണം. ആവശ്യത്തിന് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് തിക്കായിട്ട് ഈ ഒരു ബാറ്റർ വേണ്ട, കുറച്ചൊന്ന് ലൂസായിട്ട് വേണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് മൊത്തത്തിൽ 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്, അരിച്ചിട്ട് തന്നെ എടുക്കണം. ഇത് നല്ല ലൂസായിട്ട് തന്നെയാണ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ കരട് വന്നിട്ടുള്ളതൊക്കെ അങ്ങ് ഒഴിവാക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒരു 2 കപ്പ് മൈദയിലൊക്കെ ചെയ്തെടുത്താൽ മതി. ഈ ഒരു പാകത്തിലാണ് ഈ ഒരു ബാറ്റർ വേണ്ടത്. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒരു ഫ്രൈങ് പാൻ വെച്ച് കൊടുത്തിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഫ്രൈങ് പാന് തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. ഒരുപാട് ഓയിലായി പോകരുത്. എന്നിട്ട് ഇതേപോലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ നൈസായിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ 1-2 പ്രാവശ്യം ഒരു സൈഡിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് കോട്ടായിട്ട് വരും. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആ വെള്ളം തിളയ്ക്കുന്നതിൻ്റെ ആ ഒരു ആവി കൊണ്ടാണ് ഇത് കുക്കായിട്ട് വരുന്നത്. അപ്പോൾ എവിടെങ്കിലും ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും ഇതേപോലെ കുറേശ്ശെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ നമുക്ക് പൊട്ടിപ്പോകാതെ തന്നെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് സൈഡിൽ നിന്ന് ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഈ പാനിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ നല്ല നൈസായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വയ്ക്കുക. പിന്നെ വെള്ളം തീരുകയാണെങ്കിൽ ഇടയ്ക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളെടുക്കുന്ന പാനിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഒരു 15 എണ്ണമൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സമൂസ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ഷീറ്റ് തന്നെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നീളത്തിൽ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിലും കൂടുതൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെയൊക്കെ അളവ് എടുക്കുന്ന മൈദ അനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരുപാട് തിക്കല്ലാതെ അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ നല്ല നൈസായിട്ടാണ് വരുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഈ സ്റ്റീമറിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ചെയ്തെടുക്കാം. അല്ലാതെ നേരിട്ട് ഫ്ലെയിമിലേക്ക് ഫ്രൈങ് പാൻ വെച്ചിട്ട് ചെയ്യരുത്. അപ്പോൾ ഇതേപോലെ നല്ല നൈസായിട്ട് കയ്യിൽ വയ്ക്കുമ്പോൾ കൈ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്ക് നൈസായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് ഓയിൽ ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു നന്നായിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്.
എല്ലാം ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഓയിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു പ്ലേറ്റിലേക്ക് അടുക്കി വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് നമ്മളിങ്ങനെ ചെയ്ത കൈ കൊണ്ട് വലിച്ചാൽ പോലും പൊട്ടിപ്പോവുകയൊന്നുമില്ല. നല്ല നൈസായിട്ട് തന്നെയാണുള്ളതും. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ലെയറാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സ്പ്രിംഗ് റോളിൻ്റെയൊക്കെ ഷീറ്റ് നമ്മളല്ലാതെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തി എടുത്തിട്ട് ലെയറാക്കി വെച്ചിട്ട് ചുട്ടെടുക്കുന്ന ഇതാകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാനും പറ്റും. ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്തത് കുറച്ച് കൂടുതലായി പോയതുകൊണ്ടാണ് ഇത്രയും ഓയിലായിട്ടിരിക്കുന്നത്. അത്രയും ഓയിലിൻ്റെ ആവശ്യമില്ല, കുറച്ച് മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്നുണ്ട്. സമൂസ അല്ലെങ്കിൽ സ്പ്രിംഗ് റോളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏത് ഫില്ലിംഗ് ആണ് നിങ്ങൾ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫില്ലിങ് ചൂടാറിയിട്ടുണ്ട്. ഇതിനി എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂണ് മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഓരോ ഷീറ്റും ഇതുപോലെ വെച്ചിട്ട് അതിലേക്ക് ഒരു സൈഡിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ നിന്നൊന്ന് മടക്കി കൊടുത്തിട്ട് ഈ സൈഡിലെല്ലാം ഒന്ന് നേരത്തെ ചെയ്ത് വെച്ചാൽ ആ മൈദയുടെ പേസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്നില്ല, ലാസ്റ്റ് ആ എൻഡിൽ മാത്രം ചെയ്താലും മതി. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു സ്പ്രിംഗ് റോൾ റെഡി ആയിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരെൻഡിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ആ ഒരു എൻഡ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് 2 സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ബൈൻഡായിട്ട് ഇരുന്നോളൂ. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മൈദയുടെ പേസ്റ്റ് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇതേപോലെ ചെയ്തിട്ട് ഈ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരാഴ്ചയിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വൈകുന്നേരത്തൊക്കെ സ്നാക്സ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ നോമ്പിൻ്റെ സമയത്ത് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ വേഗത്തിൽ നമുക്കിതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് സമൂസ കൂടി ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കോൺ ഷേപ്പിലാക്കിയിട്ട് 2 പ്രാവശ്യം മടക്കിയെടുക്കണം. എന്നിട്ട് ഇത് വളരെ നൈസായിട്ടിരിക്കുന്നത് കൊണ്ട് 2 പ്രാവശ്യം മടക്കിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഫില്ലിങ് വെച്ചിട്ട് ആ കോൺ ഷേപ്പിലാക്കിയെടുക്കാം. എൻഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെയും കുറച്ച് മൈദയുടെ ആ പേസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്പ്രിംഗ് റോൾ ഷീറ്റ് ആയാലും ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ കുക്കായതാണ്, പിന്നെ ഒരുപാട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മതി. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതെ തന്നെ വരികയും ചെയ്യും. നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് മൈദ ഉണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്കിത് ഗോതമ്പ് മാവും മൈദയും കൂടെ മിക്സ് ആക്കിയിട്ടും ചെയ്യാം. ഗോതമ്പ് മാവ് മാത്രം വെച്ചിട്ട് ചെയ്താൽ അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പാകുമ്പോഴൊക്കെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്